Hey guys, welcome back to your family ST Vlog. ഇന്ന് എന്താ വെച്ചാൽ സൺഡേ വ്ളോഗാണ്. സൺഡേ ഞാൻ അച്ഛൻ അമ്മ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഇന്ന് ഉച്ചത്തേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇന്ന് പോവുകയാണ് അല്ലേ? ഉച്ചക്കത്തേക്കും വീട്ടിലേക്കും. അയ്യാ, അപ്പൊ കുറച്ച് സാധനങ്ങൾ ഈ സോപ്പും പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം അതിനുള്ള ലിസ്റ്റാണ് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനെങ്ങനെ പണി കൊടുക്കാന്നല്ല. അപ്പം ഡ്രൈവർ സീറ്റിൽ ഞാനാണ്. ഒരു മിനിറ്റ്, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. വീട്ടിലാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നും ഇങ്ങനെ പിടിക്കത്ത ഇവിടെ ആ രീതി പിടിച്ച ഓക്കെ. അച്ഛൻ ഗൈസ്, അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല. ഒട്ടിങ്ങനെ ഇത് യൂസ് ചെയ്തിട്ടുള്ള ശീലമില്ലാത്തതുകൊണ്ട് ഇവർ പിടിക്കുമ്പോ ചെറിയൊരു മാറ്റം. കാരണം ഒന്നിന് തല ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ രീതിയിലാണ് ഉണ്ടാവല്. അപ്പം നമുക്ക് ഇനി എന്താ ചെയ്യാ, നേരെ പോവാ അല്ലേ? സാധനം വാങ്ങാൻ പോവാം. ഓക്കെ ഗൈസ്, ഞങ്ങള് ലിസ്റ്റ് ഇട്ടോണ്ടിട്ടാണ്. അമ്മ ലിസ്റ്റ് ഇടി. വെളിച്ചെണ്ണ, കറിവേപ്പില, വലിയുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, വിംകട്ട, ബ്രഷ്, സോപ്പ് പൊടി, അപ്പക്കാരം, ലൂസ മേടിക്കുന്നു. പപ്പടം ലൂസ് ആണല്ലോ നല്ല. മതി. 100 എത്ര? 15? അതെനിക്ക് ഇതിന് ബാത്റൂമൊക്കെ കഴുകാനാ. അല്ലാത്തതൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കല്ലേ. 10 രൂപയ്ക്ക് ഇത്തിരി കിട്ടുള്ളൂ. പിന്നെ അമ്പക്ക് ഒരു പാക്കറ്റ് ചപ്പാത്തിന്റെ മേടിച്ചോ. എലൈറ്റ് ഡേറ്റ് പറഞ്ഞു കൊടുത്താണ്. എലൈറ്റിന്റെ ചപ്പാത്തി മേടിച്ച് മുറിച്ചിട്ടിട്ടാല് പൊരിച്ചാല് ഭൂരി പോലെ പൊന്തി വരുന്നു. അത് ഉള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ട്ടോ. ചപ്പാത്തി അല്ല അജൻ തന്നെയല്ലേ അമ്മ? ചപ്പാത്തി പാക്കറ്റ്. അപ്പം ഞങ്ങളെ വീട്ടിൽ നിന്ന് എത്ര മീറ്റർ വന്നിട്ടുണ്ടോ? 500 മീറ്റർ. വീട്ടിൽ നിന്ന് ഞങ്ങളെ മെയിൻ റോഡിലേക്കുള്ള ദൂരം 500 മീറ്റർ ആണ്. റൈറ്റ് എടുക്കുക അല്ലേ? ഓർമ്മയിലില്ല. മെയിൻ റോഡിലേക്ക് അതൊക്കെ അമ്മേന്റെ ഇഷ്ടം. നമ്മളെ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് നോക്കിയിട്ട് മേടിക്കാം. ഞങ്ങള് SFS സൂപ്പർ മാർക്കറ്റ് അല്ല, വെജിറ്റബിൾ മാർക്കറ്റ്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞങ്ങള് സാധനം എടുക്കാൻ വേണ്ടിട്ട് മാർക്കറ്റിൽ പോകുമ്പോ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും വിചാരിക്കുന്നു. സമാധാനം മനസ്സിന്. പുറമെ അല്ല, പുറമേ എന്തായാലും ഒരു അവിടുന്ന് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടൊക്കെ ഓരോ ലാഭം എടുക്കും. അതോട് കുറ്റം പറയാൻ അല്ല. എന്നാലും നമ്മള് പച്ചക്കറി മേടിക്കുമ്പോ വ്യത്യാസം ഉണ്ട്. പുറമേന്ന് മേടിക്കുന്നതും ഉണ്ട് വ്യത്യാസം. എന്താ വ്യത്യാസം? മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ മേടിക്കുമ്പോ തോനെ കിട്ടും. 10 രൂപ ഇവിടെ കിട്ടും. സാധാ പീടിയെന്ന് കിട്ടുന്നതും സൂപ്പർ മാർക്കറ്റ് അവിടെ പോയി ഒരാഴ്ച ഉപയോഗിക്കാൻ അവിടെ പോയാൽ കിട്ടും. അതെ, നല്ല മാറ്റം. ആ ഒറ്റ മാറ്റം. പിന്നെ ഇഞ്ചി നല്ല അടിപൊളി വലിയ വലിയ സാധനം നോക്കിയുമ്പോ എടുക്കാ. പച്ചമുളക് അവിടെ പിന്നെ ഒരു സ്വന്തം പോലെയാണ്. പിന്നെ അച്ഛൻ അവിടെ നിന്ന് വർക്ക് എടുക്കുന്നുണ്ട്, ഓരോ വണ്ടിയിലെ വർക്കർസ് എടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ നമ്മളെ കമ്പനിയായിട്ട് ചെറിയ ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ കമ്പനിയായിട്ട് ഇപ്പൊ നിങ്ങളെ പുട്ടുപൊടിന്റെ സാധനത്തിന് വേണ്ടിയുള്ള ക്യാരറ്റ് അതാണ് ഏറ്റവും കൂടുതൽ മാറ്റം വരുന്നവരായിട്ടുള്ള ബന്ധം വരുന്നത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ടാണ് കൈ വാങ്ങിച്ചിരുന്നു ഇങ്ങനെ പിടിച്ചിട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. കൈ ക്യാമറന്റെ മേലെ കൈ ഉള്ളത്. അച്ഛന് മറ്റേത് മേടിക്കണ്ടേ പാക്കറ്റ്? ഏതാ? തലയില് ആയുർവേദ കിട്ടില്ലേ? ഇവിടെയാണ് ക്യാമറ ഉള്ളത്. NH-ലേക്ക് കയറാൻ പോകും. NH എത്തി. NH എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വയനാട്ടിലേക്ക് 60 കിലോമീറ്റർ ഉള്ളു ഞങ്ങളെ വീട്ടിൽ. അതാ രസം. പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് തിരക്കില്ലെങ്കിൽ അവിടെ എന്റെ വീട്ടിൽ നിന്നൊക്കെ പോർക്ക് വയനാട്ടിൽ പോണെങ്കിൽ ഇവിടെ എത്തണമെങ്കിൽ തന്നെ 1/2 മണിക്കൂർ വേണം. 1/4 മണിക്കൂർ. അതേസമയം എനിക്ക് ഏറ്റവും എളുപ്പാ വയനാട്ടിൽ പോവാൻ. പക്ഷെ ഞാൻ പോവില്ല, എനിക്ക് പേടിയാ. വമ്മം പേടിയാ. ഇവിടെ ഒരു വളവില് ഒരു 30 ഉറക്കം വന്നിട്ട് എല്ലാ വണ്ടി ഇടിച്ചപ്പുറത്ത് കൊണ്ട് ഉണ്ട് കേട്ടോ. MVD വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതിന്റെ ഇത് എന്താണ് ഡ്രൈവർ ആയിട്ട് വന്നിട്ട് എന്തൊക്കെയോ വർത്താനം പറഞ്ഞു കഴിഞ്ഞ് പോയിട്ടുണ്ട്. വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. കടുക്കണ്ടോ? ഇതന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇനി അവിടെ എത്തട്ടോ. ആവശ്യമുള്ളത് എടുക്കാൻ കഴിയും. കറിവേപ്പിലുണ്ട്. അത് മതി.
അതുപോലെ ഇതിനൊക്കെ 10 ഉറുപ്പ്യ എടുത്തത് പോരെ മോനെ. തണ്ട് ചെറിയ തണ്ട് നോക്കി എടുത്താൽ ഇത് തണ്ടിന് തന്നെ തൂക്കം. അത് കണ്ണുള്ള അത് മതി. വലിച്ചപ്പെടുത്തില്ല, അത് വാടിപ്പോയടാ. ഇതൊക്കെ സെയിം തന്നെ, നല്ല സാധനം. ഇത്രയൊന്നും വേണ്ട. ഞാൻ അതിന്റെ കെട്ട് പൊട്ടിക്കേണ്ട വിചാരിച്ചിട്ടാ. ഇത്ര മതിയും വെക്ക്. ആവശ്യമുള്ള അത് കൊടുത്ത് കൂർക്കലല്ല, ചെറിയ ചേമ്പ്. നമ്മളിത് സാധനം മേടിച്ചു. റേറ്റ് ഇപ്പുറത്തുണ്ട്, KG ഗ്രാം ഇട്ടുണ്ട്. ബട്ട് ആവശ്യമുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. 246. ശരിക്കും ഇതേ സാധനം ഇന്ന് തന്നെ പോയിട്ട് വേറെ സ്ഥലത്ത് നിന്ന് മേടിച്ചാൽ അറിയാം എത്ര ഉറുപ്പ്യ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മളിപ്പോ നോട്ടുന്നില്ല. എന്തായാലും വ്യത്യാസം ഉണ്ടാവും എനിക്ക് ഉറപ്പാ. എന്നാ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വണ്ടിയിൽ വന്ന് ചെറുതായിട്ടാണെങ്കിൽ കിട്ടുമെന്നൊന്നും ഒരു പിടുത്തൂല്ല. ഞാൻ വൈഡ് ഇട്ടിട്ടാണ് ഭാഗ്യം പോലെ. ഇതിപ്പോ ഒരു ദിവസത്തേക്കുള്ള പച്ചക്കറി അല്ലല്ലോ ഇത്. നമ്മളെ ആവശ്യമുള്ള ബാക്കി ഉള്ളി തക്കാളിയിട്ട് നമ്മൾ അത്യാവശ്യം കൂടുതൽ എടുത്തിട്ടുണ്ട്. ബാക്കി വെണ്ടക്ക ഇവന് മാത്രം ആവശ്യമുള്ള. വീഡിയോ എടുത്ത് നോക്കിയപ്പോണ്ട് അവിടെ ഇറങ്ങിയപ്പോ അപ്പം പറയാൻ വിട്ടോ. ഇനി ഇവിടെ നേരെ പോണത് പലചരക്ക് സാധനങ്ങൾ മേടിക്കാനാണ്. പ്ലസ് ബ്രഷ് ഐറ്റംസുകളൊക്കെ ഉണ്ട്. പിന്നെ മീനോ ഇറച്ചിയോ എന്തെങ്കിലും. അത് പിന്നെ കുന്നമംഗലത്ത് നിന്ന് കിട്ടും. കുന്നമംഗലം എന്താ ഗുണം വെച്ചാല് മറ്റേ ഈ കരള് കഴുത്ത് കട്ടൊന്നും കിട്ടൂല. വേറെ ഷോപ്പിൽ മേടിക്കുകയാണെങ്കിൽ ഒരു കോഴിക്ക് ഒരു കഴുത്തല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് 2 കഴുത്തുണ്ടാവും. ഇവിടെ മാറ്റം എന്താ വെച്ചാൽ കുന്നമംഗലത്ത് പാർട്സിന് വേണ്ടി മരുന്ന ആളുകളുണ്ട്. അപ്പൊ ഓർക്ക് എന്താ വെച്ചാൽ ഈ കൈത്തും തലയും അതിന്റെ ലിവറും അതിലേക്ക് പോകും. കൂടെ അതിലേക്ക് ഇടും. അപ്പൊ അത് വേഗം ചെലവായി പോണ ഒരു സാധനമാണ്. ചിലവർ അത് മാത്രം മേടിക്കാൻ പോണവരുണ്ട്. ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. കരള് മാത്രം ഞങ്ങൾ മേടിച്ചിട്ട് ഫ്രൈ ആക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതിനെ കൊണ്ട് ശരിക്കും പറയുന്നത് എങ്ങനെയാ വെച്ചാല് നമ്മൾ 1 കിലോ ഇറച്ചിക്കാ പൈസ കൊടുക്കുന്നത്. അപ്പൊ ഇറച്ചി തന്നെയാ തരേണ്ടത്. അതാണ് പോരി ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് പോവാം. അതും ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് പോണത് അല്ലേ? കുന്നമംഗലം ഹോൾസെയിൽ ഷോപ്പിലേക്കാണ്. അപ്പൊ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ആടിന്റെ കാശ് മാമ അച്ഛനോട് പൈസ മേടിച്ചിട്ടേ മാമ പറഞ്ഞ അങ്ങനെ നമ്മൾ കുന്നമംഗലം എത്തി. കുന്നമംഗലത്ത് നമ്മൾ ഇനി സാധനം മേടിക്കാൻ വേണ്ടി പോവാണ്. പുതിയേട്ടത് പാഷൻ ഫ്രൂട്ടാ? പാഷൻ ഫ്രൂട്ട് അല്ലത്? അതൊന്ന് മേടിക്കണേ, നമുക്ക് വിത്തിടാ ട്ടാ. ഒരു റോസ് ട്ടാ. അമ്മ വിത്തിടാൻ വേണ്ടി ഫ്രൂട്ട് നോട്ടുന്നുണ്ട്. വഴിയായിട്ടാണ് അത്. നിങ്ങൾ കേട്ടല്ലോ, മൈക്കിങ്ങളോടൊക്കെ കേട്ടോളൂ വീഡിയോയില്. അത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം വാട്സ്ആപ്പ് ഉണ്ടല്ലേ, ഒരു പ്രാവശ്യമൊക്കെ മേടിച്ചല്ലേ. വട്ടം സ്ലേറ്റ് എഴുതുന്ന ടൈപ്പുള്ള ബോട്ട്സ് വന്നിട്ടുണ്ട്. അതാ മേടിച്ചു. ബോട്ട്സിന് വേണ്ട സ്ലേറ്റ് പോലെ എഴുതാൻ മയക്കുന്ന രീതിയിലുള്ള. എന്ത് റേറ്റ് വരുന്നുണ്ട് സുഹൃത്തെ? വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. കളർ ബ്ലാക്ക് ഒഴിവാക്കുന്നതല്ല അത്. ബ്ലാക്ക് വേണ്ട, ബ്ലാക്ക് എന്തായാലും എടുക്കണ്ട. ചൂട് ഓവറായിട്ട് വലിച്ചിടണ സാധനം. ഈ 2 കളറേ ഉള്ളൂ. ഇതുണ്ട്, പിന്നെ എടുത്തോളി. പിങ്ക് ഉണ്ട്, ചോപ്പ് ഉണ്ട്. ഇതെടുക്കല്ലേ? എടുത്തോളി. എന്താ അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ചുവന്നുള്ളി എടുക്കുകയാണ്. മെനക്കെടണമെന്നുള്ളൂ, ഞാൻ എടുത്തോളാം. നിങ്ങൾ ബേജാറാണ്ട, എല്ലാത്തിനും തിരക്കാ. നമുക്ക് ഇത് മേടിച്ചു, ഇത് മേടിച്ചു, ഇത് മേടിച്ചു, ഇത് മേടിച്ചു, ഇത് മേടിച്ചു. ഇത് ഗൈസ് 5 ഉറുപ്പ്യാണെങ്കിലും നമുക്ക് 4.75 പൈസ ആവുള്ളൂ. 6 മേടിച്ചു ഗൈസ്. പോരെ, നോക്കി എത്ര ഉണ്ട് കിട്ടുന്നുണ്ട്. ഇതാണ് കേട്ടോ, 740 ആയിട്ടുള്ളൂ.
ആ 1 കിലോ ഒച്ചയ്ക്ക് എപ്പോഴെപ്പോഴും മേടിച്ചിട്ടല്ലോ മുമ്പ് ഇനി ഇത് കരളൊക്കെ ചെയ്യാനുള്ളത് ഞങ്ങൾ മേടിച്ച് പൈസ 1 കിലോ ആയിരിക്കും ബാക്കി കാണാണ്ടായി അങ്ങനെ ഞങ്ങൾ വേറെ ഏതോ ഷോപ്പിന്റെ ഉള്ളിലൂടെ ഞങ്ങൾ അപ്പുറത്തെ റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മക്ക് വേണ്ട എല്ലാ സാധനം അമ്മ മേടിച്ചു കഴിഞ്ഞില്ലേ. അമ്മ കുറെ കാലത്തിന് ശേഷം അമ്മ കൊടയും മേടിച്ചിട്ടായി. ഞങ്ങൾ അതിന്റെ നീണ്ട കാലത്തിന് ശേഷം 3-4 അന്ന് ഞാൻ മേടിച്ച കൊട കൊണ്ടേറ്റ് ഉദ്ഘാടനം ചെയ്താലോ? ഉദ്ഘാടനം ചെയ്താലോ? മഴ പെയ്ത് ഉദ്ഘാടനം വേണ്ട ഒരു ഉപകാരം. ഞാനൊന്ന് അപ്പുറത്തേക്ക് അന്ന് സുരേന്ദ്രേട്ട കാണാൻ പോകുമ്പോക്കെ ഞാൻ മഴ കൊണ്ടുപോയതാ. അങ്ങനെ 4 വർഷത്തിന് ശേഷം ഞങ്ങൾ കൊട മേടിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ ടോട്ട് മേടിക്കാറ് തന്നെ മഴ തീരാനാവുമ്പോഴാ. അറിയിട്ടിട്ട് അല്ലേ ടോട്ട് മേടിക്കുക തന്നെ മഴ തീരുമ്പോ നമ്മൾ ടോട്ട് മേടിക്കല്ലേ. ഡോർ തുറന്നോട്ടോ. ഇങ്ങനെ കാണുന്നുണ്ട് അച്ഛയില് എല്ലാം കാണുന്നുണ്ട്. നീ ഞാൻ വണ്ടി കയറട്ടെ. മറ്റേ അമ്മക്കെന്തോ വേണമെന്ന് പറഞ്ഞില്ലേ? എന്തോ വിത്ത് പാഷൻ ഫ്രൂട്ടാണോ? ചായ കുടിക്കാൻ വേണ്ടി കയറി. വീട്ടിൽ ചായ കുടിച്ചതാണെങ്കിലും ഇപ്പൊ വീണ്ടും ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരുപാട് ചായ കുടിക്കണം എപ്പോഴും. അപ്പം അമ്മ ചായക്ക് എണ്ണപ്പലഹാരം ഒഴിവാക്കിയിട്ട് നല്ല അടിപൊളി എണ്ണ ഒഴിച്ചിട്ടുള്ള ചക്കവറുത്ത ആണ്. എന്നാലും എണ്ണയിൽ മുക്കി പൊരിക്കുന്നതിനെ കാട്ടി അല്ല ആണ് സംഭവം ഇട്ടേരി ഇഷ്ടം. ചായ വന്ന് അച്ഛൻ മസാല പിടിച്ചിട്ട് എനിക്ക് കുറച്ച് വന്നിട്ടുണ്ട്. കഴിച്ചാലോ നല്ല ചായ. നല്ല ചായ നല്ല ചായ അടിപൊളിയല്ലേ? പക്ഷേ വിത്തൗട്ട് കാർന്ന് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായട്ടോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ആ കാറിലെത്തി. അല്ല അടിപൊളി മഴയാണ് കണ്ടില്ലേ. ഇനി എന്നോട് മഴ അയക്കുന്നെന്ന് വിചാരിക്കുന്നില്ലേ അമ്മ? ഇനി മഴ അങ്ങനെ പറയാൻ പറ്റൂല. ഇന്നത്തെ ഇന്ന് മഴ തന്നെയായിരിക്കും. നമ്മളിവിടെ കുറവാണ്, മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാന്ന് അറിയില്ല. അല്ല ആദ്യം പറ്റിയതിനോട് ചാർന്നുള്ളൂ, അങ്ങനെ മഴ എന്നൊന്നും പറഞ്ഞൂടാ. ഇനി ഇവിടെ എന്നോട് പോണേ. ഇനിയിപ്പോ മീൻ അച്ഛന് നോക്കണം, പിന്നെ ഒരു സോസ് മേടിക്കണം, പിന്നെ നേരെ വീട്. പിന്നെ ഒന്നും ഇനി അവിടെ ചെല്ലുമ്പോഴാണ് മേലോട്ടൊക്കെ. അപ്പൊ ഇന്നത്തെ ഒരു കവർ പാലും വേണം. ഒരു കവർ പാലും. ഇനി ഇത് കൂടെ ഉള്ള പർച്ചേസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ബാക്കി നോക്കാം. എന്ത് നോക്കാൻ? ഒരു മൊബൈലോ ടിവിയോ നോക്കൂ. ഞാൻ അടുക്കളയിലും നോക്കും. നമ്പർ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഈ സിം ആക്കിനി എന്റെ ഫോണില്. അതിനുശേഷം ഫിസിക്കൽ സിം ഇട്ടിട്ടും ഇടയ്ക്ക് സിം റേഞ്ച് ഫുള്ളായിട്ട് നോ സർവീസ് കാണിക്കും. മൊത്തം ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ആവും ചെയ്യും. ഇന്നലെ എനിക്ക് ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ നന്നാക്കാൻ വേണ്ടി നിന്നേന്. പക്ഷെ ആ ടൈമിൽ സാധനം വർക്ക് വേണ്ടി നന്നാക്കാൻ കൊടുത്തില്ല. ഇന്നതാ രാവിലെ ആയപ്പോ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തി. ഇന്ന് രാവിലെ നോക്കുമ്പോ വീണ്ടും പഴയ തൽക്കാല സമയം പാവല്ലേ ഒരു കൺസിഡറേഷൻ കിട്ടിയതായിരിക്കും. ഫോൺ തന്നെ തോന്നിണ്ടോ രക്ഷപ്പെട്ടോട്ടെ. തേങ്ങ മേടിക്കണം. മാങ്ങാന്ന് പറയുമ്പോ തേങ്ങ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി നേരെ ബാക്കി പരിപാടിയിലേക്കാണ് അല്ലേ? അത് ചീരിയാ കാറ്റില് പറഞ്ഞ് ഉപ്പേരിച്ച് കഴിക്കാനാ പറയണ ദിവസവും. പക്ഷെ ഞാൻ എന്താ അറിയില്ല, എനിക്കത് തോന്നുന്നില്ല. നോക്കടാ വഴുക്കല് ദാ പോരെ. ഒരു കറിക്കല്ലേ ഇത് മതി. ഒരു കറിക്കല്ലേ പോരെ പോരെ. ഒക്കെ ഇനി നോക്കട്ടെ ക്രോസ് ചെയ്യാൻ. ഇതേ ഭംഗിച്ചില്ല, അതിന്റെ ഗുണം കിട്ടണെങ്കിലേ. ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി. മഴയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അതാ സങ്കടം ശരിക്കില്ലേ. ഇങ്ങനെ പർച്ചേസ് ചെയ്ത് ഇങ്ങനെ വൈകുന്നേരം ആക്കണം എന്താന്ന് പറഞ്ഞു. ആ കേരവൻ യാത്ര സത്യം പറയണ എന്റെ അമ്മക്ക് അതിന് മുന്നേ കേരവ യാത്ര ഉണ്ടല്ലോ, അതിന് മുന്നേ എന്റെ അമ്മക്ക് ദിവസം വയ്യായ. കാലിന് വയ്യ, തലക്ക് വയ്യ, വേറെ ഇടയ്ക്ക് വയ്യ. അങ്ങനെ പക്ഷെ ആ സാധനോ
ആ സാധനം കേരളയാത്ര പോയി വന്ന് അല്ല അതിന്റെ മുന്നേ 45 ദിവസം പറഞ്ഞിട്ട് 45 ദിവസം. ഈ 45 ദിവസം 31 വയ്യായ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഫുൾ എൻജോയ്, ഫുൾ മൈൻഡ് റിലീഫ്. ഇങ്ങനെ ചീത്ത പറയാനൊക്കെ എക്സ്ട്രീം ലെവല് അമ്മ ചിരിക്കാണ്ടില്ലേ. അപ്പൊ പക്ഷെ അമ്മ ചീത്ത പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. അല്ല എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് എന്റെ അമ്മ ചീത്ത പറഞ്ഞാൽ എനിക്കൊരു ഊർജം കിട്ടുക. അപ്പോഴേ പമ്പ് കിട്ടുള്ളൂ, ഊർജം പോയി. അപ്പൊ തലവേദന വരുന്നു മോനെ, അമ്മക്ക് തലവേദനയെന്നറിയേ. ഈ ഗേറ്റ് തുറന്ന് അങ്ങോട്ട് എത്തി, ഈ വളവ് കളഞ്ഞ് സുരേന്ദ്രേട്ടന്റെ ഹോട്ടലിൽ കഴിഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞ എനിക്ക് തന്നെ തലവേദന ഉണ്ടേനോ സംശയവും. അച്ഛനെ കൂട്ടുന്നില്ല, അച്ഛൻ അവിടെ ഗേറ്റ് തുറന്നുകൊണ്ട് അല്ല വാതിൽ തുറന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോ ആരെ ചോദിക്കോ സുരേന്ദ്രേട്ടന്റെ ഹോട്ടൽ ഞങ്ങൾക്ക് അറിയോ? അപ്പൊ എല്ലാവർക്കും അപ്പം ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ. അടുത്തത് മുമ്പ് കാരവാന്റെ വീഡിയോ എടുക്കാൻ നോക്കാം അല്ലെ. കാരവാന്റെ ഇന്റീരിയൽ പരിപാടി എന്താ, രണ്ട് സാധനം മേടിക്കാണ്ട് അതൊക്കെ ആയിട്ടുള്ള ഒരു വ്ലോഗ് ആയിട്ട് അടുത്ത വരവുണ്ട്. ഈ വട്ടം വേറെ ലെവലായിട്ടാണ് നമ്മൾ ഇറക്കുന്നത് കാരവാൻ. മറ്റേ നമ്മള് ഫുള്ള് ഉള്ളിൽ എത്ര ഞാൻ വൃത്തിയാക്കി ചെയ്തിട്ടില്ല. ഇനി അത് അമ്മക്ക് ഈ വട്ടം നിർബന്ധം ഉണ്ട്. ഇനി ടെക്നിക്കൽ പരമായിട്ടുള്ള ഒറ്റ ഞാൻ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആണ്. ബ്രേക്ക് ഇനി ഭംഗിയുടെ കാര്യം അമ്മയാണ് ഏറ്റെടുത്തത്. അപ്പം അതിനുള്ള അനുസരിച്ചുള്ള സാധനം ഞാൻ മേടിച്ച് ഇനി പറ്റും അതിന് ഓരോന്നോരോന്ന് രജിസ്റ്റർ ചെയ്ത് ഫിറ്റ് ചെയ്യാനുണ്ട്. ആ സംഭവങ്ങളുള്ളൂ. മലയും പോരും എന്ന് കേട്ടിട്ടില്ലേ? അതെ. ബൈ. അടുത്ത വീഡിയോ കാണാം.